പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ ഏറെ സന്തോഷമുണ്ട്. അത് മറ്റൊന്നുകൊണ്ടും അല്ല, ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഈ സൗജന്യദാനമായ കൃപ പ്രാപിക്കാൻ ഈ എളിദാസനെ കർത്താവ് അനുഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ദൈവവചനം ഈ സമയത്ത് പങ്കുവയ്ക്കുന്നത്. ഈ അമ്മ അലങ്കൃതയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് മനോഹരിയായിട്ട് പ്രശോഭിച്ച് നിൽക്കുന്ന ഒരമ്മ. പലർക്കും കാണുമ്പോൾ അസൂയ തോന്നും. പ്രത്യേകിച്ച് അമ്മയോട് ഒരല്പം നീരസം വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അവർക്കൊക്കെ ഈ അമ്മയെ കാണുമ്പോൾ, അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ്. അതിന് കാരണം എന്നാന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ദൈവത്തെക്കാൾ പിശാചിന് അസൂയ പരിശുദ്ധ അമ്മയോടാണ്. കാരണം എന്നാ? ദൈവത്തിൻ്റെ ഒരു ഉയർന്ന തലത്തിലാണ്. ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ദൈവികതയിലേക്ക് ഉയർത്തപ്പെട്ട് സാത്താൻ്റെ തല തകർക്കാൻ മാത്രം പര്യാപ്തയാവുക എന്ന് പറയുന്നത് സാത്താന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നതും അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നതും അമ്മയുടെ കാര്യം പറയുന്നതൊക്കെ ഈ തിന്മ ആവേശിച്ചിരിക്കുന്ന ഇതുപോലുള്ള വ്യക്തികൾക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ്. ഈ അടുത്ത നാളുകളിൽ എൻ്റെ കൂട്ടുകാരൻ അച്ഛനെ ഞാൻ സന്ദർശിച്ചപ്പോൾ അച്ഛൻ്റെ മേശപ്പുറത്ത് സുവർണ ജൂബിലി ആഘോഷിച്ച ഒരു വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും ഫോട്ടോ കിടക്കുന്നത് കണ്ടു. നല്ല പ്രായമായി, വിവാഹത്തിൻ്റെ 50-ാം വാർഷികമാണ്, സുവർണ ജൂബിലി. മുഖത്തോട് മുഖം നോക്കി നല്ല സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചിയും. ഈ പല്ലൊക്കെ പോയി JCBയുടെ പല്ല് കണക്കായിരിക്കുന്നത്. പക്ഷെ മുഖത്തോട് മുഖം നോക്കി നല്ല ചിരിയാണ് രണ്ടിനും. കാണുമ്പോൾ ഒരു പ്രത്യേക വശ്യതയുണ്ട് ആ പടത്തിന്. ഞാൻ ചോദിച്ചു, ഇതാരാ ഈ പാർട്ടീസ്? അച്ഛൻ, എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ ഇടവകയിലെ നല്ല ഒരപ്പച്ചനും അമ്മച്ചിയാണ്. എന്നിട്ട് അച്ഛൻ നല്ല തീക്ഷ്ണതയോടെ പ്രസരിപ്പോടെ എന്നോട് പറയാം, രണ്ടും എല്ലാ ദിവസവും പള്ളി വരും, ഒരുമിച്ചേ വരുള്ളൂ, ഒരുമിച്ചേ പോകുള്ളൂ, എല്ലാ കാര്യവും ഒരുമിച്ചാണ് ചെയ്യുന്നത്. നല്ലൊരു ജീവിതമാണ് രണ്ടിൻ്റെ. ഇന്ന് എല്ലാവരും ഇവരുടെ ജൂബിലി ആഘോഷമൊക്കെ കഴിഞ്ഞ് പോയേ ഉള്ളൂ. ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം ഈ കാലത്തൊക്കെ ഈ പ്രായക്കാരുടെയൊക്കെ ജൂബിലിയൊക്കെ ആഘോഷിക്കാൻ ആരാ ഉള്ളത്? പിള്ളേരൊക്കെ ഒരുപാട് സ്ഥലത്തല്ലേ? അച്ഛൻ പറഞ്ഞ ശരിയാ, ഇവരുടെ മക്കളും പല സ്ഥലത്തൊക്കെയാണ്. പക്ഷേ ജൂബിലിക്ക് മക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം ഇവർ ഒരു സാധാരണ അപ്പനും അമ്മയല്ല, മറിച്ച് അനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതമാണ്. പിള്ളേർക്കും കൊച്ചുപിള്ളേർക്കും പേരക്കിടാങ്ങൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെ എടുത്തു വരാൻ. അവർ വരുമ്പോഴൊക്കെ സന്തോഷമാണ്, എന്നേലുമൊക്കെ കൊടുക്കും, വല്ലാതെ സ്നേഹിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തു, ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചിയും അവർ ഒരനുഗ്രഹത്തിൻ്റെ, ഒരു കൃപയുടെ ജീവിതം നയിക്കാനായിട്ട് മനസ്സായപ്പോൾ അവരുടെ സുവർണ ജൂബിലി ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ എല്ലാവരും എത്തി എന്ന് ആ അച്ഛൻ പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, സത്യം പറഞ്ഞാൽ ഈ അമ്മയെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, ഈ സ്വർണ്ണ നിർമ്മിതമായ കിരീടമൊക്കെ വെച്ച് അലങ്കൃതയായിട്ട് ഇന്ന് ഈ പരിശുദ്ധ അമ്മ ഇവിടെ നിൽക്കുമ്പോൾ ചിലർക്കൊക്കെ അസൂയ തോന്നും. പക്ഷേ വേറൊരു സത്യം അതിന് പിന്നിലുണ്ട്. എന്നാ അത് മറ്റൊന്നുമല്ല, അവളുടെ ജീവിതം കടന്നുപോയ കൃപയുടെ, ചൈതന്യത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ഒരനുഭവമുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ ഇന്ന് ഞാനും നിങ്ങളും ആദരിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയെ ഇന്ന് നമ്മളിന്ന് അലങ്കരിക്കുന്നുണ്ടെങ്കിൽ, ദീപാലങ്കാരങ്ങളാൽ അമ്മ ഇന്ന് പ്രശോഭിതയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് മറ്റൊന്നുകൊണ്ടും അല്ല, രക്ഷകൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് സ്വർഗം അവളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമുണ്ട്. എന്താ? കൃപ നിറഞ്ഞവളെ സ്വസ്തി.
ഇത് വെറുതെ അങ്ങ് കണ്ടെത്തിയാൽ പോരാ, ഇത് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, മറിച്ച് അമ്മയുടെ ജീവിതത്തിൽ കാണുന്ന കാര്യം അത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ ദൈവദൂതൻ്റെ വചനം അമ്മയെ അസ്വസ്ഥതപ്പെടുത്തി. അതിനുശേഷം സംഭാഷണങ്ങളൊക്കെ നടന്നു. അതിൻ്റെ പരിസമാപ്തിയിൽ അമ്മ പറയുന്നൊരു വാക്കുണ്ട്. അതാ 38-ാം വചനം. എന്താ അത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഈ വാക്കുകൊണ്ട് അന്ന് ജീവിതം മുഴുവൻ തീരെഴുതി കൊടുത്ത ഒരു ജീവിതം ആ പരിശുദ്ധ അമ്മയുടെ. പിന്നെ മറുത്തൊരു ചിന്ത ഉണ്ടായിട്ടില്ല. മുമ്പോട്ടുള്ള പോക്ക് മുഴുവനും ഈ ജീവിതത്തിൻ്റെ വിശ്വസ്തതയോടുകൂടിയാണ്. സ്നേഹമുള്ളവരെ, ആദ്യം ഞാൻ പറഞ്ഞു വെച്ച ആ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും മുഖത്ത് ഇന്നൊരു പ്രസരിപ്പുണ്ടെങ്കിൽ, ഒരു സന്തോഷമുണ്ടെങ്കിൽ, ഈ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇന്ന് അവരുടെ ജീവിതത്തെ ഒന്ന് ആദരിക്കാൻ, സ്നേഹിക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവർ കടന്നുപോയ കഷ്ടതയുടെയും വേദനയുടെയും നിരാശയുടെയും സങ്കടങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിൽ തളരാതെ കാത്തു സൂക്ഷിച്ച ദൈവത്തിലുള്ള ആശ്രയമുണ്ട്. അതിലുപരി ആ മക്കളുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു കൊടുത്ത നന്മയുടെ, വിശുദ്ധിയുടെ ഒരു ചൈതന്യമുണ്ട്. അതുകൊണ്ടാണ് മക്കൾ ഇന്ന് മൂല്യബോധമുള്ളവരായി, നന്മ നിറഞ്ഞവരായി ഇവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇതുപോലെ പരിശുദ്ധ അമ്മയെ നമ്മൾ ഇന്ന് ആദരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അമ്മ കടന്നുപോയ ജീവിതത്തിൻ്റെ വാക്കുകളോടുള്ള ഒരു വിശ്വസ്തതയുണ്ട്. ഞാനും നിങ്ങളും ഓർക്കണം, ഒരു സ്ത്രീ കന്യകയായിരിക്കുന്ന അവസരത്തിൽ അവൾ ഗർഭിണിയാകുന്നു എന്നത് അവൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. മംഗളവാർത്ത എന്നൊക്കെ നമ്മൾ ഇതിനെ രക്ഷാകരമായ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടോടുകൾ വിളിക്കുന്നതല്ലേ? ഏതൊരു സ്ത്രീക്ക് പറ്റും ഈ വിധത്തിലുള്ള ഒരനുഭവത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്? കൃപയില്ലാത്ത ആർക്കും പറ്റിയല്ല കേട്ടോ. ഇവിടെ അമ്മ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക, സ്നേഹത്തോടെ ഉൾക്കൊള്ളുക. ദൈവം എന്താ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിറവേറിക്കൊള്ളട്ടെ. പിന്നെ ഇങ്ങോട്ട് ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ അറിയുന്നുണ്ട് ഈ അമ്മ കടന്നുപോയ ജീവിതാനുഭവങ്ങൾ. കാരണം പുത്രന് ജന്മം കൊടുക്കണം, അവിടെ പേരെഴുതിക്കാൻ വേണ്ടിയിട്ട് പോവുക. അഗസ്ത്യ സീസറിൻ്റെ കൽപ്പന പ്രകാരം പേരെഴുതിക്കാനായിട്ട് പോവുക. ആ പേരെഴുതിക്കാനായിട്ടുള്ള യാത്രക്കിടയിലാണ് പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ അമ്മയ്ക്ക് പ്രസവിക്കാനായിട്ടൊരു സ്ഥലം തിരക്കുന്നത്. എവിടെയും കിട്ടിയില്ല. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് ചിന്തിച്ചുകൂടെ? ഒരു മനുഷ്യ വ്യക്തിക്ക് ചിന്തിച്ചുകൂടെ? രക്ഷകനാണ് പിറക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞു വെച്ചേ, എന്നിട്ടിപ്പോൾ എന്തിയേ? പിറക്കാൻ പോലെ ഒരു സ്ഥലമുണ്ടോ? അതിനുശേഷം എവിടെയും സ്ഥലം കിട്ടാതെ അലഞ്ഞ് സത്രത്തിലും മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ തള്ളപ്പെട്ട് പുറത്താക്കപ്പെട്ട ഒരു ജീവിതത്തിന്, ഒരു രക്ഷകന് പിറക്കാനിടം കാലികളുടെ തൊഴുത്തിലാണ്. അവിടെയും അമ്മ തളർന്നില്ലെന്ന് തിരിച്ചറിയുക. ചുരുങ്ങിയ ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദേ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാജാവ് ഇറങ്ങിത്തിരിക്കുക, എടുത്തോണ്ട് പൊക്കോ. ആരും ചോദിക്കും, ഞാനെന്തിനാ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരക്കം പായേണ്ട കാര്യം? ഞാനെന്തിനാ രക്ഷകൻ്റെ രക്ഷകനായിട്ട് മാറുന്നത്? ആരുടെ ഉള്ളിൽ ഉയരാൻ ഒരു ചോദ്യം. വീണ്ടും അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ, ഈജിപ്തിൽ ചെന്നപ്പോൾ അവിടുന്ന് പിന്നെയും പറയുക, ദേ കൊല്ലാൻ ആഗ്രഹിച്ചോ മരിച്ചു കഴിഞ്ഞു, അടുത്ത സ്ഥലത്തേക്ക് പൊക്കോ, നസ്രത്തിലേക്ക്. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴിവീഥികളിലൂടെ മുഴുവൻ കടന്നു പോകുന്ന ഒരമ്മയുടെ ജീവിതം ഒരുപാട് വേദനയുടേതാ, ഒരുപാട് സഹനത്തിൻ്റെയാ. പാപത്തിൻ്റെ അല്ലാത്ത പൊടിപടലങ്ങളൊക്കെ ശരീരത്തിൽ പുരണ്ട് ചെളി പുരണ്ട ഒരു ജീവിതമായിട്ട് മാറി. പക്ഷേ പാപത്തിൻ്റെ കറയേശിയില്ല കേട്ടോ പ്രിയപ്പെട്ടവർ. ആ സഹനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, മുള്ളുകളും മുൾച്ചെടികളും ഒക്കെ നിറഞ്ഞ, കല്ലും മുള്ളും നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തളരാത്തൊരു ജീവിതമുണ്ട്. ഇന്ന് പൊടിപിടിക്കാത്ത ജീവിതങ്ങളായിട്ട്, പൊടിപിടിക്കാത്ത തിരുസ്വരൂപങ്ങളായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം അലങ്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മറന്നു പോകരുത്. എന്ത്? ഒരുപാട് പൊടിപടലങ്ങളൊക്കെ കൊണ്ട് അഴുക്ക് പുരണ്ടതായിരുന്നു അമ്മയുടെ ജീവിതം. പക്ഷേ ഇന്നത് പ്രശോഭിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അവൾ പുലർത്തിയ ഒരു വിശ്വസ്തതയുണ്ട്. വീണ്ടും നമ്മൾ തിരിച്ചറിയുന്നു സ്നേഹമുള്ളവരെ, ഈ കൊച്ചിനെ കൊണ്ട് ദേവാലയത്തിൽ സമർപ്പിക്കാൻ ചെല്ലുമ്പോഴാണ് ശിമയോൻ കൊച്ചിനെ കയ്യിലെടുത്തുകൊണ്ട് ഒരു വല്ലാത്ത പ്രവചനം നടത്തുന്നത്. ഇത്
അനേകരുടെ ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും ഒക്കെ കാരണമാകും എന്ന് പറയാ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറും. നിനക്ക് അപകട. ഈ കൊച്ചിനെ എന്ന് പറയുമ്പോൾ ഏതൊരമ്മയും ഈ ഒരു വാക്കുകൾക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കും. പക്ഷെ അമ്മ തളർന്നില്ല കേട്ടോ. അമ്മ അവിടെയും പറഞ്ഞിട്ടുണ്ട്. എന്താ? ആ 38-ാമത്തെ വചനം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറിക്കൊള്ളട്ടെ. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ നിന്ന് മടക്കയാത്രയിൽ മോനെ കാണാതാകുമ്പോൾ 3 ദിവസം അധ്വാനിച്ചലയുന്ന അമ്മയുണ്ട്, യോസേപ്പ് പിതാവുണ്ട്. ദേവാലയത്തിൽ വെച്ച് 3-ാം ദിനത്തിൽ കണ്ടുമുട്ടുമ്പോൾ പുത്രൻ്റെ ചോദ്യം എന്നാ? നിങ്ങൾ എന്നെ അന്വേഷിച്ച്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കാമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഒരമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ ഈ കാര്യമൊക്കെ? എന്നാ പറയുന്നത്? എന്നാ വർത്താനായത്? പ്രിയപ്പെട്ടവരെ, അവിടെയും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതാണ് ജീവിതത്തിൻ്റെ ചൈതന്യം. വീണ്ടും പുത്രൻ വളർന്നു. ഒരു ദിവസം അമ്മയെ വിട്ട് വീട് വിട്ട് ഇറങ്ങുക. ഓർക്കണം സ്നേഹമുള്ളവരെ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് നല്ല പ്രായത്തിൽ മകൻ വീട് വിട്ട് അമ്മയെ വിട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ സങ്കടം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം അല്ലേ? അമ്മ അതൊക്കെ സ്വീകരിക്കുക. പിന്നെ ഏതാനും പേര് വന്ന് പറയുക, ദേ ചെറുക്കന് വട്ടാട്ടോ, ചെറുക്കൻ മാനസിക സുബോധം നഷ്ടപ്പെട്ടെന്ന്. അമ്മ എത്തുക ഓടി. മാനസികം വല്ല ആയോ ചെറുക്കന് എന്ന് അന്വേഷിച്ച് ഓടിയെത്തുക. ചെല്ലുമ്പോൾ ദേ അമ്മയെ സഹോദരങ്ങളും കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുക പുത്രൻ്റെ ചെവിയിലെ. എന്നാ മറുപടി? ആരാ എൻ്റെ അമ്മ? ആരാ എൻ്റെ സഹോദരങ്ങൾ? എന്നാ ചിന്തിക്കും അമ്മ? സത്യമല്ലേ സ്നേഹമുള്ളവർ? ഇവിടെയൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്താ? നിന്റെ ഇഷ്ടം ദൈവമേ, നിന്റെ ഇഷ്ടം, വേറൊന്നും വേണ്ട. പിന്നീട് ഒരു നാൾ കേൾക്കുക, ദേ ചെറുക്കൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അവനെ കൊണ്ട് കുരിശും തോള വെച്ചു കൊടുത്ത് ആഘോഷമായിട്ട് ഇത് കൊണ്ടുപോവുക. കണ്ടുമുട്ടുമ്പോൾ ഒരു മനുഷ്യൻ എന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വിരൂപമായ ഈ ശരീരത്തിൽ ഈ ഭാരമേറിയ കുരിശ് താങ്ങാൻ സാധിക്കാതെ നിലംപൊത്തുന്ന പുത്രനെ കാണുമ്പോൾ മരവിച്ചു പോകേണ്ട ഒരു മനസ്സ്. സ്നേഹമുള്ളവർ, അവിടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ദാ കർത്താവിൻ്റെ ദാസി. കുരിശിന് ചുവട്ടിൽ ശത്രുക്കൾ മുഴുവനും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് പുത്രനെ പീഡിപ്പിക്കുമ്പോൾ കുരിശിന് ചുവട്ടിൽ നിൽക്കുന്നുണ്ടൊരമ്മ. അവിടെ അമ്മ പറഞ്ഞു, ദാ കർത്താവിൻ്റെ ദാസി. ഉള്ളി പറഞ്ഞിട്ടുണ്ട്. പുത്രൻ്റെ മരവിച്ച മൃതശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി. ആ മൃതശരീരം മടി വെക്കുമ്പോൾ അമ്മ ഓർത്തിട്ടില്ലേ ആ കൊച്ചുനാളുകളിൽ ഉണ്ണീശോയെ കൈകളിൽ പിടിച്ചിരിക്കുന്നത്? ഇപ്പോൾ മരവിച്ച ശരീരം, ആ മൃതശരീരം മടിയിലേറ്റ് വാങ്ങുമ്പോഴും അമ്മ ഒന്ന് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. സ്നേഹമുള്ളവരെ, ഈ ജീവിതത്തോട് മുഴുവനും പുലർത്തിയ വിശ്വസ്തതയ്ക്ക് മൈക്കലാഞ്ചലോ ഒരു ശില്പം കൊത്തിയിട്ട് അതിന് കൊടുത്ത പേരാണ് പിയറ്റ. എന്താ അതിൻ്റെ അർത്ഥം? വിശ്വസ്തത. ജീവിതം മുഴുവനും ഇതുപോലെ വിശ്വസ്തത പുലർത്തിയ ഒരു സ്ത്രീക്ക് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന അംഗീകാരമാണെന്ന് എന്താ? ഈ പിയറ്റ, ഈ വിശ്വസ്തത. ജീവിതം മുഴുവനും വചനത്തോടെ വിശ്വസ്തത പുലർത്താനായിട്ട് മനസ്സായ ഒരു വ്യക്തിത്വത്തിൻ്റെ ചൈതന്യമാണ് ഈ സ്ത്രീയെ അനുഗ്രഹീതയായി മാറ്റുക, ഈ അമ്മയെ കൃപ നിറഞ്ഞവളാക്കി മാറ്റുക. അതുകൊണ്ട് ആരും ഇതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടുകയോ വേദനയ്ക്കൊന്നും വേണ്ട. അമ്മ വഴി ദൈവികതയിലേക്ക് വളരുന്നതിന് ആർക്കും തെല്ലും ഭയാശങ്ക വേണ്ട. കാരണം കൃപ നിറഞ്ഞ ജീവിതം വഴി, വിശുദ്ധിയുടെ ജീവിതം വഴി, ദൈവവചനത്തോട് മുഴുവൻ ഒരാഴപ്പെട്ട വിശ്വസ്തത പുലർത്തുക വഴി അഭിഷേകം നിറഞ്ഞ ജീവിതമായിരുന്ന അമ്മയുടേത് ഇന്ന് പൊടി പുരളാതെ കറ പുരളാതെ അലങ്കൃതയായി അമ്മ ഇരിക്കുമ്പോൾ ആർക്കും തെല്ലോ അസൂയ വേണ്ട കേട്ടോ. ആരും പ്രാർത്ഥിക്കാൻ മടി കാണിക്കേണ്ട കേട്ടോ. ആരും അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ തിരികത്തിക്കാൻ മടി കാണിക്കേണ്ട കേട്ടോ. കാരണം എന്താ? ആ ജീവിതത്തിൻ്റെ ചൈതന്യം അത്രമേൽ ഉയർന്നു നിൽക്കുന്ന ഒന്നാ.
പ്രിയപ്പെട്ടവരെ, ഇതാ അമ്മയുടെ ജീവിതത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്. ഇന്ന് കണ്ടുമുട്ടുന്ന ഒരുപാട് വ്യക്തികൾ ജീവിതത്തിൻ്റെ ഈ ചൈതന്യവും അഭിഷേകവും മുഴുവൻ ചോർന്നു പോകുന്ന വ്യക്തിത്വങ്ങളാണ്. സങ്കടത്തോടെ പറയട്ടെ, ഈ വിശ്വസ്തത മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവിതങ്ങളെ ഇന്ന് കണ്ടെത്തുമ്പോൾ മനസ്സിലൊരുപാട് വിങ്ങലുണ്ട്. അവരൊക്കെ പ്രാർത്ഥിക്കണം, അമ്മയെപ്പോലെ വിശ്വസ്ത പുലർത്താൻ കൃപ തരണമേ. ഈ അടുത്ത ദിനങ്ങളിൽ ഒരു യുവതി എന്നോട് സംസാരിച്ചപ്പോൾ അവൾ പൊട്ടിക്കരയാ. ജീവിതത്തിൻ്റെ ഒരുപാട് സ്വപ്നം തകർന്നടിഞ്ഞതിൻ്റെ നൊമ്പരം. വിവാഹം ഉറപ്പിച്ച ഒരു യുവതി ചരക്കെടുക്കയുടെ അവസരത്തിൽ അവളുടെ മൊബൈല് ചാർജ് കുറവ് കൊണ്ട് അവൻ്റെ മൊബൈൽ വാങ്ങി ഒരു നമ്പർ സേവ് ചെയ്യുന്ന അവസരത്തിൽ പെട്ടെന്ന് ആ മൊബൈലിലേക്ക് വന്ന ഒരു സന്ദേശം അവളെ അസ്വസ്ഥപ്പെടുത്തി. അതുകൊണ്ട് ആ ഒരു വിവാഹം ഉറപ്പിച്ചതിൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടെ വീണ്ടും അവൾ ആ മൊബൈൽ പരിശോധിച്ചപ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റിയില്ല. മനസ്സ് തളർന്നു. ഒരുപാട് തെറ്റായ ബന്ധങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതം. വീട്ടുകാരുടെ സമ്മതത്തോടുകൂടെ മാത്രം വലിയ സ്വപ്നങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലെ മുഴുവൻ സ്വപ്നങ്ങളും ഒരു ചില്ലുകൊട്ടാരം കണക്ക് തകർന്നു പോകുന്ന ജീവിതാനുഭവങ്ങളുടെ മുമ്പിൽ മനസ്സ് നൊന്ത ഇന്ന് കണ്ണീരൊഴുക്കി അവർ നിൽക്കുക. എനിക്കെന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അച്ഛാ, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്ന മോളാ. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിന് ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ചില കാര്യങ്ങൾ പങ്കുവെച്ച് പറഞ്ഞു കൊടുത്തു. മോളെ, ദൈവം നിന്നെ രക്ഷിച്ചതാ, ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് അവിശ്വസ്തതകൾ. ഈ പെൺകുട്ടി സങ്കടപ്പെട്ട് കരയാ, അച്ഛാ ഞാൻ ഇത്രയും വിശ്വസ്തത പുലർത്തിയിട്ട്, ഞാനൊരു നിമിഷം പോലും ഒരു തിന്മയ്ക്ക് വേണ്ടി പതറാത്ത ഒരു മനസ്സായിട്ട്, എൻ്റെത് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചിട്ട് എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തടിക്കുന്നത് പോലെ ആയില്ലേ. എത്രയോ കുടുംബങ്ങളിൽ ദമ്പതികൾ തമ്മിലുള്ള ജീവിതത്തിൻ്റെ അവിശ്വസ്തതകൾ ഇന്ന് പെരുകുന്നു. എത്രയോ മക്കളുടെ ജീവിതങ്ങളിൽ ചൈതന്യം നഷ്ടപ്പെട്ട സങ്കടത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളിന്ന് കാണുന്നു. എങ്ങോട്ട് തിരിഞ്ഞൊന്ന് നോക്കുമ്പോഴും സ്നേഹമുള്ളവരെ, അവിശ്വസ്തതയുടെ കണക്കൊരുപാട് കൂടുക. വിശ്വസ്തതയുടെ ആ ഒരു അഭിഷേകം ഇന്ന് നഷ്ടപ്പെടുക. ഇവിടെയൊക്കെ തിരിയേണ്ട ഒരു ഇടമുണ്ട്. എങ്ങോട്ടാണെന്നറിയാവോ? അമ്മയിലേക്കാണ്. പ്രഭാഷകരുടെ പുസ്തകത്തിൻ്റെ 40-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ പക്കലേക്ക് മടങ്ങുന്നതുവരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള ഒരു നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. സർവരുടെയും മാതാവ് പരിശുദ്ധ കന്യക അമ്മ, ആ അമ്മയുടെ പക്കലേക്ക് മടങ്ങുമ്പോൾ ഈ ഭാരമുള്ള നുകമെടുത്തു മാറ്റപ്പെടും. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ നിമിഷം ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതങ്ങളെ അമ്മയോടൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, നിന്റെ ജീവിതത്തിൽ ചില നുകമുണ്ട്, നീ ഒടിച്ചു കളയേണ്ട ചില നുകം. അന്ന് നിന്റെ കഴുത്തിലെ നുകം ഞാൻ ഒടിക്കും, കെട്ടുകൾ പൊട്ടിക്കുമെന്ന് ജെറമ്യ 30:8 പറഞ്ഞ പ്രകാരം അമ്മ വഴി, നാരകീയ സർപ്പത്തിന് തല തകർത്ത അമ്മ വഴി ചില പാപത്തിൻ്റെ, ചില തഴക്ക ദോഷങ്ങളുടെ, ചില അസ്വസ്ഥതകളുടെ, ചില ജീവിത ബന്ധനങ്ങളുടെ, നിനക്ക് ജീവിതത്തോട് വിശ്വസ്ത പുലർത്താൻ സാധിക്കാത്ത വിധത്തിൽ നിന്നെ ഇന്ന് അടിമപ്പെടുത്തിയിട്ടിരിക്കുന്ന ചില നുകത്തിൻ്റെ കെട്ടുകൾ നീ ഇന്ന് പൊട്ടിക്കാൻ, അതൊന്ന് ഒടിക്കാൻ നീ മനസ്സാകുന്നിടത്ത് പരിശുദ്ധ അമ്മ വഴി നിന്റെ ജീവിതം വിശുദ്ധിയുടെ, ചൈതന്യത്തിൻ്റെ, കൃപയുടെ, അഭിഷേകത്തിൻ്റെതായി രൂപാന്തരപ്പെടുക. വിട്ടുകൊടുത്തേ പൂർണ്ണമായിട്ട് ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാൻ മനസ്സായിട്ട് നിന്റെ ജീവിതം ഒരു സന്തോഷം നിറഞ്ഞത്, അനുഗ്രഹം നിറഞ്ഞത്, അമ്മയെപ്പോലെ അഭിഷേകം നിറഞ്ഞതായിട്ട് മാറട്ടെ. അമ്മയുടെ പക്കലേക്ക് ജീവിതം മുഴുവനെയും ഈ നല്ല സമയം ചേർത്ത് വെച്ച് വലിയ കൃപയുടെ നിറവിന് വേണ്ടി ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ട വചനത്തെ സ്നേഹത്തോടെ ചേർത്ത് വെച്ച് ചിന്തിക്കാം. ജീവിതത്തിൻ്റെ നുകമെടുത്തു മാറ്റണമെങ്കിൽ സർവരുടെയും മാതാവിൻ്റെ പക്കലേക്ക് നീ മടങ്ങണം. ത്രിയേക ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരിയായ അമ്മ ത്രിയേക ദൈവ സ്നേഹത്തിലേക്ക് നിൻ്റെ ജീവിതത്തെ നയിക്കും, നമ്മുടെ ഓരോ ജീവിതങ്ങളെ നയിക്കും. അതുവഴി എല്ലാ തരത്തിലുള്ള പാപത്തിൻ്റെയും അസ്വസ്ഥതകളെയും സകല ബന്ധനങ്ങളിൽ നിന്നും തഴക്കദോഷങ്ങളിൽ നിന്നും ജീവിതത്തെ വിശ്വാസത്തിൽ ആഴപ്പെടാനും ദൈവത്തോട്, ജീവിത പങ്കാളിയോട്, കുടുംബത്തോട്
സ്ഥാപനത്തോട് വിശ്വസ്ത പുലർത്താൻ സാധിക്കാത്ത വിധത്തിൽ നിന്നെ ഇന്ന് അടിമപ്പെടുത്തുന്ന സകല അവസ്ഥകളിൽ നിന്നും നിനക്ക് മോചനം കിട്ടും. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ വഴി സമൃദ്ധമായി ലഭിക്കട്ടെ. ഹല്ലേലൂയ. കരുണയുള്ള നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറെ കരുതലോടെ സ്നേഹിക്കുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് കരുതുവാൻ, ഞങ്ങളെ വഴി നടത്തുവാൻ അങ്ങയെ വഴി നടത്തിയ അവിടുത്തെ അമ്മയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മയായി നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, കൃപ നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതത്തെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൃപയുടെ മാതൃകയാക്കി മാറ്റുവാൻ, അനുഗ്രഹത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ ജീവിതങ്ങളായിട്ട് ഞങ്ങൾക്ക് മാറുവാനുള്ള മധ്യസ്ഥയായി നൽകിയതിനെ ഓർത്ത് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നല്ല ഈശോ, പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലേക്കും അത്ഭുതകരമായ ദൈവിക അനുഗ്രഹങ്ങൾ നിറയാനുള്ള ദാഹത്തോടെ ഈ നിമിഷം അവിടുത്തെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ആ കുരിശിന് ചുവട്ടിൽ അവിടുന്ന് കുരിശിൽ പിടയുമ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടേതുപോലെ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് അനുഭവങ്ങളിലും ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറയാൻ മാത്രമുള്ള വിശ്വാസത്തിൻ്റെ ആഴം കർത്താവെ എനിക്ക് തരണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ സമയത്ത് തന്നെ എൻ്റെ ജീവിതങ്ങളിൽ ഈ വിശ്വാസത്തിൽ ആഴപ്പെടാൻ, സ്നേഹത്തിൽ ആഴപ്പെടാൻ, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാൻ, ആത്മീയമായി എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന അലസതയുടെ എല്ലാ അരൂപികളും വിട്ടുമാറാൻ, ആത്മാവിലൊരു ജ്വലനം സംഭവിക്കുവാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നന്നായിട്ട് എനിക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ക്ഷീണം, ഒരു മടുപ്പ്, തളർച്ച, ഉറക്കം, അസ്വസ്ഥത, കർത്താവേ, ഇവയെല്ലാം മാറുന്നതിന് വേണ്ടി കൃപ നിറഞ്ഞവളായ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ജീവിത തിരക്കുകൾക്കിടയിൽ പോലും ഒരു നസറത്തിൻ്റെ അനുഭവം, ദൈവവുമായിട്ടുള്ള ഒരാഴപ്പെട്ട ബന്ധം പുലർത്തിയ പരിശുദ്ധ അമ്മയുടെ മാതൃക എൻ്റെ ജീവിതങ്ങളിലേക്ക് ഒരു ബലം പകരാനുള്ള ആഗ്രഹത്തോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കുടുംബത്തെ കെട്ടിയിട്ടിരിക്കുന്ന പലതരത്തിലുള്ള നിരാശപ്പെടുന്ന അനുഭവങ്ങളുണ്ട് കർത്താവെ. തുടരെ ഉണ്ടാകുന്ന ചില രോഗപീഠകളുടെ സങ്കടമുണ്ട്, കുടുംബത്തിലുണ്ടാകുന്ന അപകടങ്ങൾ, അനർത്ഥങ്ങളുണ്ട്, കുടുംബത്തിലെ കടബാധ്യതകളുടെ ബന്ധനമുണ്ട്. ഒന്നിനും ഒരു ഉയർച്ചയില്ലാതെ ജീവിതം എങ്ങനെ മുമ്പോട്ട് നീങ്ങുമെന്ന് അറിയത്തില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തിന് സങ്കടമുണ്ട്. ഓരോ കാര്യങ്ങൾ ആരംഭിച്ചിട്ട് ഒന്നും എത്തിപ്പെടാത്ത വിധത്തിൽ, പൂർത്തിയാക്കാനാകാത്ത വിധത്തിൽ മനസ്സ് സങ്കടപ്പെട്ടെന്ന് മരവിച്ച് വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിസന്ധിയുണ്ട് കർത്താവെ. ഇവിടെയൊക്കെ പതറാതെ തകരാതെ അമ്മയെപ്പോലെ ആശ്രയം വെക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ അനേക കുടുംബങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിച്ചു വിടുവിക്കുന്ന സമയമാണ്. പ്രഭാഷകർ പുസ്തകം 40-ാം അധ്യായത്തിന് 1-ാം വചനത്തിൽ വചനപ്രകാരം ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഓരോ മനുഷ്യർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ മനുഷ്യർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ പക്കലേക്ക് മടങ്ങുന്നത് വരെ, സർവരുടെയും മാതാവായ പരിശുദ്ധ അമ്മയിലേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകം എടുത്തു മാറ്റുവാൻ ഈ നിമിഷങ്ങളിൽ ദൈവശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി അനേക കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. പരിശുദ്ധ അമ്മ കാനായിലെ കുടുംബത്തിലെന്ന പോലെ അനേക കുടുംബങ്ങളിലേക്ക് ഇടപെടുകയാണ്. ഈ നിമിഷങ്ങളിൽ കുരിശിന് ചുവട്ടിൽ നിന്ന് മധ്യസ്ഥം വഹിച്ച ആ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ ശക്തിയാൽ അനേക കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധ കുരിശിൻ്റെ അത്ഭുത ശക്തിയാൽ കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ്. മകളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ കുരിശിൻ്റെ അത്ഭുത ശക്തി ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്താൽ ഇപ്പോൾ നിന്റെ ജീവിതങ്ങളിലേക്ക് പ്രകാശമായിട്ട് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. ഇത് ഈ പരിശുദ്ധ കുരിശിൽ നിന്ന്, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അനേക കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും ഒരു പ്രത്യേക പ്രകാശം നിറയുന്നുണ്ട്, ഒരു ശക്തി നിറയുന്നുണ്ട്, ഒരു അഭിഷേകം നിറയുന്നുണ്ട്, ഒരു സൗഖ്യം വ്യാപരിക്കുന്നുണ്ട്, ഒരു വിടുതൽ പ്രാപിക്കുന്നുണ്ട്. കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് അതീവ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ശക്തി ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആരാധന 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളെ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ ഇപ്പോൾ അഴിയട്ടെ. 2 തെസ്സലോനിക്കർ 2:8 കർത്താവ് യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തന്റെ പ്രത്യാഗമനത്തിൽ പ്രഭാവം ഉയർത്താൽ അവനെ നാമാവിശേഷമാക്കി കളയുകയും ചെയ്യും എന്ന അത്ഭുത വചനത്തിന്റെ ശക്തിയാൽ നാരകീയ സർപ്പത്തിന് തല തകർത്ത പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴി കുടുംബങ്ങളിൽ നിന്ന് ബന്ധനങ്ങൾ, രോഗങ്ങൾ, പീഡകൾ, തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ ഈ നിമിഷം തന്നെ യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവശക്തി അനേക കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്ന നിമിഷങ്ങളാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും സംബന്ധിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ ഒരു നിമിഷം സമർപ്പിച്ച് കർത്താവ് ഈ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ ശക്തിയുടെ കരമുയർത്തുന്ന ആശീർവാദം സ്വീകരിക്കാം.